ഇതിനു മുന്നിലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് നമ്മളെ പെണ്ണിനാണെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ അവളാണെങ്കിൽ ആ ഒരു മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. അതേ ടീം ആ ഒരു മുത്തശ്ശനാണെങ്കിൽ പറയും ഇത് റിയൽ ആണോ ഫേക്ക് ആണോ, അല്ലെങ്കിൽ ഇത് നടന്നോ നടന്നിട്ടില്ലേ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. നിനക്ക് നിന്റെ അടുത്ത് നിന്റെ പാസ്റ്റും ഫ്യൂച്ചറും എന്തായാലും എത്തിച്ചേർന്നിരിക്കും. അത് ഏത് വഴിയിലായി കഴിഞ്ഞാലും നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് കിട്ടിയിരിക്കും എന്ന് പറയേ. അതേ ടീം അവളാണെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും അറിയോ എന്നൊന്ന് ചോദിക്കുന്ന ടീം മുത്തശ്ശനാണെങ്കിൽ കുറച്ച് നടന്നിട്ടാണെങ്കിൽ പറയൂ നിന്റെ രഹസ്യങ്ങൾ നിനക്ക് മാത്രമേ അറിയുള്ളൂ, അതിൽ എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റക്ക് നേരിടണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോകും. ഈ ടൈമായിരിക്കും അവളെ അമ്മയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് ചീത്ത പറയുന്നുണ്ടാവുക. കാരണം ഇത്ര നേരമായിട്ട് വീട്ടിലെത്താത്തത് കൊണ്ട്. അപ്പൊ അവളാണെങ്കിൽ പറയും അമ്മ എനിക്ക് അമ്മേൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. പക്ഷെങ്കിൽ അമ്മയാണെങ്കിൽ പറയും ഒന്നും കേൾക്കാനില്ല, കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണാണ് നീ, നിനക്കെന്താ വീട്ടിൽ വരാൻ ടൈം ആയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ആ ഒരു കോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടാവും. അവളെ കൊണ്ട് ഒന്നും പറയാൻ വിടുന്നുണ്ടാവില്ല. ഇതേ ടൈമായിരിക്കും അവളെ ഫോണിലാണ് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുക ഞാൻ നിനക്ക് എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം, അതുകൊണ്ട് തന്നെ നീ നാളെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വരണം എന്നായിരിക്കും. ഇതേ ടൈമായിരിക്കും നമ്മളെ ടാങ്ങില്ലേ അവളാണെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുക എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അവളാണെങ്കിൽ ഇതിനൊന്നും മറുപടി കൊടുക്കാണ്ട് പിറ്റേ ദിവസം ആകുന്ന പിറ്റേ ദിവസം രാത്രി ആകുന്ന ടൈം ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടാവും. ടൈം അവിടത്തേക്ക് ടാങ്ങും വരുന്നുണ്ടാവും. ടാങ്ങിനെ കണ്ടവിടെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഹോ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നീ ആണെങ്കിൽ യുവിന്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കാണാനല്ലേ വന്നത്, ഞാനും അവനും ഇപ്പം ബ്രേക്കപ്പ് ആയതുപോലെയാണെന്നൊക്കെ നമ്മളെ ലിന്ന് പറയുന്നുണ്ടാവും. ബ്രേക്കപ്പ് ആയതുപോലെയല്ല, ബ്രേക്കപ്പ് ആയല്ലോ, അതുകൊണ്ടല്ലേ പുതിയൊരു ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വന്നിട്ടുണ്ടാവുക. അതേ ടൈമും ടാങ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട് എന്നായിരിക്കും. പക്ഷെ ലിന്നാണെങ്കിൽ പറയാൻ വിടുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നീ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട, നീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെയല്ലേ, എനിക്ക് സങ്കടങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടാങ്ങിനെ കൊണ്ട് സംസാരിക്കാൻ വിടുന്നുണ്ടാവില്ല. ഈ ടൈമായിരിക്കും വ്യൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അതേ ടൈം ടാങ്ങിനെയും ലിന്നിനെയും ഒപ്പരം കാണുന്ന ടൈം വ്യൂ ആണെങ്കിൽ പറയും ഹോ നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ, എന്തായാലും നീ എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വന്നതല്ലേ, നിന്റെ മുന്നിൽ തന്നെ അവൾ ഉണ്ട് എന്ന് പറയും. അതായത് നമ്മളെ ടാങ് ആയിരിക്കും നമ്മളെ യുവിന്റെ പുതിയ ഗേൾ ഫ്രണ്ട്. അത് നമ്മളെ പെണ്ണിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കാരണം സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് അവളെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കുകയെന്നല്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും എന്ത് ഇതെപ്പോ ഉണ്ടായത്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മളെ ലിന്ന് സംസാരിക്കുന്നുണ്ടാവുക. അവർക്ക് ഈ ഒരു കാര്യം വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാവില്ല. വേറെ ഏതൊരു പെണ്ണാണെങ്കിൽ നമ്മളെ ലിന്ന് സഹിക്കുമായിരിക്കും. പക്ഷേ ടാങ്ങിന് ആ ഒരു സ്ഥാനത്ത് കാണാൻ നമ്മളെ പെണ്ണിന് പറ്റുന്നേ ഉണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ട് അവർ രണ്ടാളും ഇതുപോലെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈമും ടാങ് ആണെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാണ്ട് ഇവളൊന്നിങ്ങനെ ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇവളെ മുഖം കണ്ടിട്ട് എനിക്ക് ഒറ്റൊന്നും കൊടുക്കാനാ തോന്നിയത്. ഇതേ ടൈം നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ അവളെ അമ്മ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, കല്യാണ ഡ്രസ്സ് ഇട്ട് നോക്കണ്ടിട്ടായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഗൗൺ ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, കല്യാണം നടക്കൂലല്ലോ. ഈ ടൈം അമ്മയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അവളെ ഫോട്ടോ എടുത്തോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അവളാണെങ്കിൽ പറയും അമ്മ ഫോട്ടോ എടുക്കുന്ന നിർത്ത്, ഈ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും എന്ത് നടക്കാൻ പോകുന്നില്ല എന്നാ, നമ്മൾ ഒരിക്കലും നിന്നോട് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞില്ല, നിന്റെ ഇഷ്ടത്തിനാണ് ഈ ഒരു കല്യാണം തീരുമാനിച്ചത്, ഇപ്പൊ നീ പറയുമ്പോ ആ ഒരു കല്യാണം ക്യാൻസൽ ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അതേ ടീം അവളാണെങ്കിൽ പറയും അമ്മ അവൻ എന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഈ ഒരു കല്യാണം നടക്കുവാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് സങ്കടപ്പെട്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ടാവും. അമ്മയും മീൻസ് എന്താ പറയുക ഒരു ഷോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടക്കൂട്ട് നടക്കുന്നുണ്ടാവും. അവർക്ക് എന്ത് പറഞ്ഞാലും അവന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നേ. ആ ഒരു സങ്കടം അവളെ മുഖത്തുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുന്ന ടൈം ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് വരുന്നുണ്ടാവുമായിരിക്കും. സംഭവം ഇവളെ അമ്മയാണെങ്കിൽ അവനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും വാ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം, നിന്റെ പാരൻസിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, നിന്റെ പാരൻസിനെ വേണമെങ്കിൽ നീ തിരുത്തിക്കോ, നിന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാര്യങ്ങൾ ഇനി നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഇതേ ടൈം നമ്മളെ പെണ്ണിന്റെ ബ്രദറില്ലേ അവനാണെങ്കിൽ വന്നിട്ട് ഒച്ചപ്പാടാക്കാൻ നോക്കുന്നുണ്ട്.
പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അവനെ വിട്ടേക്കെന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ സോറിയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇത്രയും ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മളെ പെണ്ണും ബ്രദറും ആണെങ്കിൽ നടന്നു പോകുന്ന ടൈം നമ്മളെ ബ്രദർ ആണെങ്കിൽ പെണ്ണിനെ ഉപദേശിച്ചിട്ട് അവളെ ഉള്ളിലത്തെ സങ്കടങ്ങൾ മൊത്തം മാറ്റുന്നുണ്ടാവേ. എന്ത് പറഞ്ഞാലും അവളെ സങ്കടം അത്ര പെട്ടെന്ന് മാറുന്ന ഒന്നല്ലല്ലോ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ടാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന് സോറി പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അതിന്റെ കൂട്ടത്തിൽ പണ്ട് ഇവർ രണ്ടാളും ഒപ്പം നിന്നിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും അവൾ സൂം ചെയ്ത് നോക്കുന്ന ടൈം നമ്മളെ സാങ് ഇല്ലേ അവനാണെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ആണെങ്കിലും മറ്റേ അടിച്ചുകൂടി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണിന് ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളെ പെണ്ണ് ഈ ഒരു പാസ്റ്റിന്ന് പ്രസന്റിലേക്ക് വരാനുള്ള മെയിൻ റീസൺ തന്നെ ഈ ഒരു സാങ് ആണ്. ഈ ഒരു സാങ്ങിന്റെ മരണമാണ് അവൾ ഇങ്ങനെ പെട്ടെന്ന് പ്രസന്റിലേക്ക് എത്തിക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ അവളാണെങ്കിൽ ഇരുന്നാലും ഞാൻ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രസന്റിൽ വരുന്നുണ്ടാവുക, ഏത് വേലൂട്ടിയായിരിക്കും എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഈ ഒരു ഗാങ്സ്റ്ററിന് ഇതിൽ പങ്കുണ്ടോ, അവക്കൊന്നും പിടി കിട്ടുന്നുണ്ടാവില്ല എന്നാ സംഭവിക്കുന്നതെന്നുള്ള കാര്യം. ഇതേ ടൈം ആയിരിക്കും അവൾ അമ്മയാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ടാവുക. ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അമ്മയാണെങ്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന പറയുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവക്കാണെങ്കിൽ ഒന്നും വേണ്ടായിരിക്കും. പക്ഷെ അമ്മേന്റെ വിചാരം ഇവള് സങ്കടത്തിലായതുകൊണ്ട് ഇവക്ക് വേണ്ടാത്തേന്ന്. അതേ ടൈം അച്ഛനും വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അച്ഛനാണെങ്കിൽ പറയും ഞാൻ ആ യു ഇല്ലേ അവനെയാണെങ്കിൽ അടിക്കാൻ പോകുന്നാന്ന് പറയും. അപ്പൊ അച്ഛനെ ആണെങ്കിൽ ബ്രദറും അമ്മയും കൂടിയിട്ട് പിടിച്ചു വെക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവരാണെങ്കിൽ ആടെ ഒരു വലിയൊരു തച്ച് മരിക്കലും നടക്കുന്നുണ്ടാവുമായിരിക്കും. അടി കഴിഞ്ഞ് ആരെങ്കിലും ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ദൈവത്തിനെയും പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ഫോണും എടുത്തിട്ടാണെങ്കിൽ പറയും ദൈവമേ ഈ പ്രാവശ്യം കൂടി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്റ്റിൽ എത്തിക്കുന്നെന്ന് പറയും. പക്ഷെ ഈ ഒരു പ്രാവശ്യം അവൾ എങ്ങനെയോ പാസ്റ്റിൽ എത്തുന്നുണ്ടാവുമായിരിക്കും. അവക്കും അത്ഭുതമായിരിക്കും. അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം എത്തിയത് കൊണ്ട് അവള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ പ്രാവശ്യം നമ്മളെ പെണ്ണാണെങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ ടൈം ആയിരിക്കും എത്തുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രാവശ്യം ആണെങ്കിൽ ഈ ഒരു ഇയർ തുടങ്ങൂലെ ആ ഒരു ടൈം ആയിരിക്കും അവൾ എത്തുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ പറയും എപ്പോൾ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ഈ ഒരു വർഷം ഇവിടെ പഠിച്ചാലും കുഴപ്പമില്ല, എനിക്കെന്റെ പ്രസന്റിലേക്ക് പോകുകയേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ സാങ്ങിനെ പെടുത്തിട്ട് സാങ്ങിന്റെ അടുത്താണെങ്കിൽ പറയും ഈ ഒരു പ്രാവശ്യം ഇല്ലേ എനിക്ക് മാത്രം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാത്രമല്ല നിനക്ക് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയൂ. നമ്മൾ ഈ ഒരു കുരുട്ട് പെണ്ണാണെങ്കിൽ നമ്മളെ ചെക്കന്റെ കാലിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് OHCയിൽ പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഡോക്ടർ ആണെങ്കിൽ പറയും കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്താൽ മതി, വേറൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു 1000 ചോദ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നീ എന്തിനാണ് എന്നെ ബാക്കിലേക്ക് വിളിച്ചത്, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1000 ചോദ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ എന്തിനെ കൊണ്ടാ സംസാരിക്കുന്നത് വരെ അവന് മനസ്സിലാവുന്നുണ്ടാവില്ലേ. അപ്പൊ അതേ ടൈം ആയിരിക്കും കുറച്ച് കുരുട്ട് പിള്ളേരാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ രണ്ടാളെന്ന് ഇവിടുന്ന് ചെയ്യുന്നേന്ന്. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്താലും നിനക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അവളും നല്ലോണം തണ്ടിളക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ല ഇവളാണെങ്കിൽ ആ ഒരു പിള്ളറുമായിട്ട് തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു പിള്ളറാണെങ്കിൽ നമ്മൾ സാങ്ങിന്റെ ഫ്രണ്ട്സ് ആയത് കൊണ്ട് തന്നെ അവര് സാങ്ങിനെയും കൂട്ടിട്ട് അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, എന്ത് സംഭവിച്ചാലും അവന്റെ മേത്തൊന്ന് കണ്ണെടുക്കാൻ പാടില്ല, അവനെ നല്ലോണം സൂക്ഷിക്കണമെന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ മനസ്സിൽ പറയൂ ഇങ്ങനെ എൻട്രൻസ് എക്സാമിന് ശേഷം അവനിങ്ങനെ മരിക്കുന്നത് അതിനു മുന്നേ നിങ്ങൾ സംഭവിക്കുന്ന അവളോട് എന്നെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. മാത്രല്ലേ പിറ്റേ ദിവസം ആകുന്ന ടൈം അവളാണെങ്കിൽ അവന് പാലാറ്റം വാങ്ങി കൊടുത്തിട്ട് അവന്റെ കൈമിൽ കൊടുത്തിട്ടാണെങ്കിൽ പറയും നല്ലോണം പാലെല്ലാം കുടിച്ചിട്ട് ബ്രെയിന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആകണം, നീ ഇങ്ങനെ ഡേഞ്ചറിലാണ്, ആ ഒരു കാര്യം നീ മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറയേ. സാങ്ങിനാണെങ്കിൽ ഇവളെന്തല്ലോ മണ്ടത്തരം പറയുന്നുള്ളൊരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതേ ടീം ഇവന്റെ ആ ഒരു 2 ഫ്രണ്ട്സില്ലേ അവരാണെങ്കിൽ പിന്നെയും വന്നിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്ത് നിന്ന് ആ ഒരു ചെക്കിനെയും കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, അതായത് നമ്മളെ സാങ് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവക്ക് ഇങ്ങനെ പ്രസന്റിൽ പോകേണ്ടി വരും. ഇവക്കാണെങ്കിൽ പ്രസന്റിൽ പോകുകയേ വേണ്ട. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, സാങ്ങിനെ ആണെങ്കിൽ മരിക്കാൻ വിടാണ്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളെ ക്ലാസ് ടീച്ചറുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയൂ എന്നെ ഇങ്ങനെ ക്ലാസ് 1ലേക്ക് മാറ്റി തരുമോ, ഞാൻ ഇപ്പൊ ക്ലാസ് 9ലല്ലേ, എനിക്കിങ്ങനെ ക്ലാസ് 1ൽ പഠിക്കണേന്ന് പറയും. അതായത് ക്ലാസ് 1ലായിരിക്കും സാങ് ഉണ്ടാവുക. സാങ്ങിന്റെ അടുത്ത് പോയാലല്ലേ ഓനെ എപ്പം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ സാറിനോട് അങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. സാറായിരിക്കും നമ്മളെ സാങ്ങിന്റെ ക്ലാസ് സാർ. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു സാറിനെ പുകഴ്ത്തി പറയുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു പുകഴ്ത്തലാണെങ്കിൽ ഈ ഒരു സാറ് വീകുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവളെ കഷ്ടകാലത്തിനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ക്ലാസ് സാറില്ലേ അയാളാണെങ്കിൽ ഇവള് സംസാരിക്കുന്നത് കേട്ടിട്ട് അവളോടാണെങ്കിൽ സാറിന്റെ പിന്നാലെ തന്നെ പോകാൻ പറയുന്നുണ്ടാവുമായിരിക്കും. ഈ ചുള്ള സാറിനാണെങ്കിൽ ഇവളിങ്ങനെ പുകഴ്ത്തുന്നത് കണ്ടിട്ട് നമ്മളെ പെണ്ണിന്റെ മേലെ ഒരു കണ്ണുണ്ടാവുമായിരിക്കും.
എന്നിട്ട് അവളെ ക്ലാസ് ആറാണെങ്കിൽ അവളെയും ചീത്ത പറഞ്ഞോട് നടക്കുന്ന അതേ ടൈം ആയിരിക്കും സ്റ്റാഫ് റൂമിൽ നമ്മളെ സാങ് ആണെങ്കിൽ എന്തൊരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരിക്കും. അതിന്റെ കണ്ടന്റിന് വേണ്ടിയിട്ടായിട്ട് നമ്മളെ സാറിനെ കാണാൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു കണ്ടന്റ് ആണെങ്കിൽ സാർ നമ്മളെ ചെക്കന്റെ കൈമിൽ കൊടുക്കുന്ന ടൈം പെണ്ണാണെങ്കിൽ ഏന്തി വെളിഞ്ഞിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. നോക്കുമ്പോൾ വന്നായിരിക്കും സബ്ജക്റ്റ് 10 വർഷത്തിന് ശേഷമുള്ള നമ്മളെ ലൈഫ് ആയിരിക്കും. ആ ഒരു ലൈഫ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കായിരിക്കും? നമ്മളെ പെണ്ണിനെ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അവളാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് കണ്ട പാടന്നെയാണെങ്കിൽ പറയും, ഈ ഒരു സബ്ജക്റ്റിലെ ഞാൻ എടുത്തിട്ട് ചെയ്യാം, ഉറപ്പായിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഗോൾഡ് അവാർഡ് വരെ കിട്ടുമെന്ന് പറയുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഈ ഒരു ഗോൾഡ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഇവന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറയേ. അപ്പൊ സാറിനാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവളാണെങ്കിൽ നിർബന്ധിച്ചോട് നിൽക്കുന്ന ടൈം സാറാണെങ്കിൽ പറയും, അവാർഡ് നീ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി എന്നേരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സാങ്ങിന്റെയും കൈയും പിടിച്ച് വലിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവര് രണ്ടാളും പുറത്ത് വരുന്ന ടൈം അവളാണെങ്കിൽ പറയുന്നുണ്ടാവും, ഞാൻ നിനക്കാണെങ്കിൽ സിൽവർ മെഡൽ വാങ്ങാണെങ്കിൽ സഹായിക്കാൻ നിന്ന്. അപ്പൊ അതേ ടീം അവനാണെങ്കിൽ പറയും, നീ വേണമെങ്കിൽ സിൽവർ മെഡൽ വാങ്ങിക്കോ, എനിക്കിങ്ങനെ ഫസ്റ്റ് പ്രൈസ് തന്നെ വേണമെന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ മനസ്സിൽ പറയേ, എടാ കുരുട്ടെ, നിന്നെ രക്ഷിക്കേണ്ടിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, ഒന്ന് മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ തന്നെ പോയിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. അതായത് ഈ ഒരു സ്പീച്ച് കോൺടെസ്റ്റിന് പോകാണ്ട് നിന്നാൽ മാത്രമേ ഇവക്കാണെങ്കിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങുള്ളൂ. അവനിങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ അവനും ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇവക്കിങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ മാത്രമല്ലേ ഇവന്റെ ക്ലാസ്സിൽ പോയിട്ട് ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവനെ നിർബന്ധിച്ചോട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു മണ്ടനത് മനസ്സിലാകൂല. ഇവള് പറഞ്ഞാലോട്ട് വിശ്വസിക്കുകയില്ല. എന്നാലും അവനെ വിടാണ്ട് അവന്റെ പിന്നാലെ തന്നെ പോയിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ മാക്സിമം അവളെടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിലും ഒരു വഴിയും ഉണ്ടാവൂല. അവളോട് ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അവളാണെങ്കിൽ കുറേ സ്വീറ്റ്സും എന്തെല്ലോ വാങ്ങിയിട്ട് അവന്റെ ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ്സിലത്തെ എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇനി അവൾ ഈ ഒരു ക്ലാസ്സിലാണല്ലോ പഠിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മളെ ചെക്കൻ്റെ അടുത്താണെങ്കിൽ വന്നിട്ട് അവനോട് കെഞ്ചി ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ കൊടുത്ത് പറ്റൂല എന്ന് പറയും. പക്ഷേ അവളാണെങ്കിൽ അവനെ നിർബന്ധിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നീ എങ്ങനെയെങ്കിലും ആ ഒരു ഫസ്റ്റ് പൊസിഷൻ എനിക്ക് നിന്റെ ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ ടൈം ടാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തല്ലോ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ മൈൻഡ് ആക്കുന്നേ ഉണ്ടാവില്ല. എന്തുകൊണ്ടാ മൈൻഡ് ആക്കാത്തതെന്ന് നമുക്കറിയാലോ. ഇവളെയൊന്നും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടേ കൂട്ടാൻ പറ്റൂല. ടാങ് ആണെങ്കിൽ ലാബിൽ എന്തോ ഒരു സ്ട്രേഞ്ച് സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ലിനിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ സാങ്ങിന്റെ അടുത്ത് അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും, നീ ഇങ്ങനെ ലാബിൽ നടക്കുന്ന സ്ട്രേഞ്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ കാണുന്നത് ടാങ്ങും ലിന്നും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു ലാബിൽ പോകുന്നതായിരിക്കും. ആ ഒരു ലാബാണെങ്കിൽ ഇരുട്ടായിരിക്കും ആ ഒരു ടൈം. നമ്മൾ ലിന്നിനാണെങ്കിൽ ടാങ്ങിനോട് ഒരു ദേഷ്യം ഉണ്ടല്ലോ. ആ ഒരു ദേഷ്യത്തിന്റെ പേരിൽ അവളാണെങ്കിൽ പറയും, ആരോ വരുന്നുണ്ട്, പ്രേതാ തോന്നുന്നേന്നൊന്നും പറയേ. അത് കേൾക്കലും ഈ ഒരു ടാങ് ആണെങ്കിൽ ചത്ത പോലെ അവിടെ കിടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ ലിന്നിനാണെങ്കിൽ മനസ്സിലാകും ഇവളെന്തോ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് നമ്മളെ ലിന്നാണെങ്കിൽ നൈസായിട്ട് അവളെയും റൂമിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. ഇത് കാണുന്ന ടൈം നമുക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമായിരിക്കും. ആ ഒരു ടാങ്കിന് അങ്ങനെ തന്നെ വേണം. അതേ ടൈം ആയിരിക്കും ഒരു സൗണ്ട് കേട്ടിട്ട് അവള് പുറത്തേക്ക് വന്ന് നോക്കുന്ന ടൈം ആരായിരിക്കും? നമ്മളെ സാങ് ആയിരിക്കും ഒരു ലാബിൽ ഉണ്ടാവുക. അവനെന്തോ ആടുന്ന് പണിയെടുക്കുന്നതായിരിക്കും. പെണ്ണാണെങ്കിൽ അവനോട് ഇപ്പോ പറയുന്നത് ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ നീ ഇങ്ങനെ പിന്മാറണമെന്നായിരിക്കും. പക്ഷേ നമ്മളെ സാങ് ആണെങ്കിൽ കൊന്നിട്ടും അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. ഇവരിവിടുന്ന് സംസാരിക്കുന്ന അതേ ടൈം 2 കാലുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാലുകൾ ആരതാണെന്ന് നമുക്ക് അറിയില്ല. പ്രേതമായിരിക്കുമോ? അങ്ങനെ അവസാനം ആ ഒരു സ്പീച്ച് കോൺടെസ്റ്റിന്റെ ദിവസം എത്തുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനായിരിക്കും ഫസ്റ്റ് പ്രസംഗിക്കുന്നുണ്ടാവുക. പക്ഷേ അവനാണെങ്കിൽ ഇവൾ എന്നാണോ എഴുതി വെച്ചത് അത് മൊത്തം അവൻ ഇങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇവക്കാണെങ്കിൽ അത്ഭുതമായിരിക്കും, ഇവനെങ്ങനെയാ ഭഗവാനെ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അടുത്തത് കയറിയിട്ട് പ്രസംഗിക്കണല്ലോ. പക്ഷേ അവളെ വായിന്ന് ആകെ കാറ്റും പുകയും മാത്രമേ വരുന്നുണ്ടാവുള്ളൂ, വേറൊന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ അവളാണെങ്കിൽ ഒന്നും പറയാ കൊണ്ട് തന്നെ ആർക്കായിരിക്കും ഗോൾഡ് മെഡൽ കിട്ടുന്നുണ്ടാവുക? ഞാൻ പറയണ്ടല്ലോ, സാങ്ങിനായിരിക്കും. നമ്മളെ പെണ്ണിന്റെ മുഖാണെങ്കിൽ ഇതുപോലെ ഇഞ്ചി കടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സങ്കടം മറക്കണ്ടിട്ട് അവന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും, നീ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടുവേനു. എന്ത് സംഭവിച്ചാലും വിളവായിന്ന് കാറ്റും പുകയും മാത്രം വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഒരു പ്രസംഗം കഴിയുന്ന ടൈം ആയിരിക്കും. ഇന്നലെ ഒരു പ്രതികാരം ഉണ്ടായിട്ടില്ലേ, ഓർമ്മയുണ്ടോ? ആർക്ക്? നമ്മളെ ടാങ്ങിന്. അപ്പൊ ആ ഒരു ടാങ് ആണെങ്കിൽ പ്രതികാരം
അഹങ്കാരം തീർക്കാൻ വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഈ പെമ്പിളർ രണ്ടാളും തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും. അത് കാണുന്ന ടൈം നമ്മളെ സാറാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും പെണ്ണിനെ വിളിക്കുന്നുണ്ടാവുക? ഒരു ഗോൾഡ് മെഡലും വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ ഗോൾഡ് മെഡൽ പോയിട്ട് സിൽവർ വരെ കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ ഒരു അഹങ്കാരം തീർക്കേണ്ടിട്ടായിരിക്കും സാറാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അതേ ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയും, ഇതൊന്നും എന്റെ ഭാഗത്തുള്ള തെറ്റേ അല്ല സാർ, ഇതെല്ലാം ആ ഒരു സാങ്ങിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അത് മാത്രമല്ല ടാങ്ങിനെയും കുറ്റം പറയുന്നുണ്ടാവുമായിരിക്കും. മാത്രമല്ല അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ ടാങ്ങുമായിട്ട് അടി കഴിയുന്നത് കൊണ്ട് തന്നെ സാറാണെങ്കിൽ എന്നെ ഇങ്ങനെ ക്ലാസ് 1ലേക്ക് മാറ്റിക്കോന്നെന്ന് പറയും. അതേ ടീം നമ്മളെ സാറാണെങ്കിൽ ആ ഒരു കോണ്ടസ്റ്റിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഞാൻ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ആ ഒരു സാങ് പറഞ്ഞിന് എനിക്ക് തോന്നുന്നത് ആ ഒരു സാങ് ഇല്ലേ അവനാണെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്തിനാന്ന് പറയേ. അതേ ടീം സാറാണെങ്കിൽ പറയും, എന്ത് അവൻ നിന്നെ ചീറ്റ് ചെയ്യാനാ? നിനക്കൊരു കാര്യം അറിയാം, അവനെ പോലെ ഫിസിക്സിൽ ബ്രില്യൻ്റ് ഉള്ള ഒരാൾ അവന് വേണമെങ്കിൽ ഈ ഒരു 10 വർഷമില്ലേ 10 വർഷത്തെ കാര്യങ്ങൾ വരെ പ്രവചിച്ചിട്ട് മുൻകൂട്ടി ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇതേ ടൈം നമ്മളെ പെണ്ണൊരു കാര്യം ആലോചിക്കുക, അതായത് പാസ്റ്റിൽ നടന്നത്. അതായത് ആ ഒരു മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ, പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും നിന്റെ അടുത്ത് എത്തേണ്ടത് നിന്റെ അടുത്ത് തന്നെ എത്തുമെന്ന്. അപ്പൊ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആലോചിക്കൂ, ഇതിങ്ങനെ സാങ്ങിന്റെ കളിയായിരിക്കുക. അവനും ഈ ഒരു പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ എന്നൊക്കെ അവളിങ്ങനെ അവളോട് തന്നെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ സാറാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, നീ ഇതെന്നാ ഒറ്റക്ക് പറയുന്നതെന്ന്. പക്ഷേ അവളാണെങ്കിൽ ഒന്നും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവൂല. അവളാണെങ്കിൽ നേരെ സാങ്ങിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും, ഇന്ന് രാത്രി നീ ഉറപ്പായിട്ട് എന്റെ കൂടെ വരണം, ഒരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ചത്തുന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഇതേത് ജീവിയേടാന്നുള്ള ഭാവത്തിലായിരിക്കും നമ്മളെ പെണ്ണിനെ നോക്കുക. അവര് രണ്ടാളും കൂട്ടിയിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിലെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും, നമ്മളെ സാങ്ങിനാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവനോട് കണ്ണു പൂട്ടിയിട്ടാണെങ്കിൽ ആലോചിക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ സാങ്ങിനാണെങ്കിൽ ഒന്നും ഓർമ്മ വരാണ്ട് അവനാണെങ്കിൽ പോകാൻ നോക്കുന്ന ടൈം ഇവളാണെങ്കിൽ അവനെ പിടിച്ചിട്ട് ഒറ്റ വലിയായിരിക്കും. അതേ ടൈം അവൻ വീകാൻ നോക്കുന്നതായിരിക്കും. പക്ഷേ അവന്റെ കൈമിൽ കുറച്ച് സ്നാക്സ് ഉള്ളത് കൊണ്ട് അതായിരിക്കും നേരെ താഴോട്ടേക്ക് വീകുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഭഗവാൻ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഓ മൈ ഗോഡ്, ഈ പ്രാവശ്യം നീ ചത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ ഒരു പ്രസന്റിലേക്ക് പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടുന്നതായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ കയ്യല്ല എന്നുള്ള രീതിയിൽ താഴോട്ടേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിച്ചിട്ട് 50 മാർക്കിന് മേലെ വാങ്ങിയിട്ട് എന്നിട്ട് വേണം എനിക്ക് നിന്റെ ക്ലാസ്സിലേക്ക് വരാമെന്നൊക്കെ. പക്ഷേ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ താഴോട്ടേക്ക് പോകും. കാരണം എല്ലാവർക്കും ജീവനിലൊരു ഭയം ഉണ്ടാവുമല്ലോ. ഇവളോടാണെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഈ ഒരു മന്ത്ലി ടെസ്റ്റിൽ 50 മാർക്കിന് മേലെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ക്ലാസ് മാറ്റി തരാമെന്ന്. അപ്പൊ ആ ഒരു കാര്യം അവളെ ബെഞ്ച് അറിയായിരിക്കെ. അപ്പൊ അവനാണെങ്കിൽ ഇവളോട് പറയും, ആ ഒരു എക്സാം പേപ്പറിലെ അതാണെങ്കിൽ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഉണ്ടാകുമെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, എന്ത് നീ പറയുന്നത് ആ ഒരു എക്സാം പേപ്പർ ഇങ്ങനെ കട്ടെടുക്കണം എന്നാണോന്ന് ചോദിക്കുന്ന ടൈം ബെഞ്ച് ആണെങ്കിൽ ഹാ എന്ന് പറഞ്ഞ് തലയാട്ടുവേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, അതത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, എനിക്ക് എന്തായാലും ആ ഒരു സാങ്ങിന്റെ ഹെൽപ്പ് മതിയെന്ന് വിചാരിച്ചിട്ട് അവന്റെ അടുത്ത് പിന്നെയും പോയിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടാവും. അവനാണെങ്കിൽ നോക്കാന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ഓടി പോകുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മൾ നേരത്തെ ലാബിൽ കണ്ട ആ 2 കാലുകളിൽ ആ ഒരു കാലുകളാണെങ്കിൽ നമ്മളെ പെണ്ണ് കാണുന്നുണ്ടാവുക. നോക്കുമ്പോൾ ആരായിരിക്കും, ഒരു ഗുണ്ടയാണെങ്കിൽ നമ്മളെ ചെക്കനെ എപ്പോഴും ബുള്ളി ചെയ്യുന്നുണ്ടാവും. ആ ഒരു ചെക്കനാണെങ്കിൽ നമ്മൾ സാങ്ങിനെയും പരുതിയിട്ട് നടക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണും ആണെങ്കിൽ ആ ഒരു ചെക്കനെ കാണുന്നുണ്ടാവുമായിരിക്കും. ഒരു ചെക്കനെ കാണുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മുഖത്താണെങ്കിൽ എന്തോ ഒരു ഭയമായിരിക്കും. അതിന്റെ അർത്ഥം ഈ ഒരു ചെക്കനാണെങ്കിൽ എന്തെല്ലോ കാര്യങ്ങൾ അറിയാം. അതെന്നാണെന്നൊന്നും ഇപ്പം കാണിക്കുന്നില്ല. അത് മാത്രമല്ല നമ്മളെ പെണ്ണിനുമാണെങ്കിൽ ഇവന്റെ അടുത്ത് നിന്ന് എന്തെല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ നമ്മളെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം.